Hi 10th, welcome back to my channel here on HubSpot. And today we are going to discuss about two important theorem. First theorem, there is no specific name for the first theorem, and second theorem, there is a specific name for that is Pythagoras theorem. And both theorems are very important, including its proof, especially Pythagoras theorem. എന്നോട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് സാർ ബോർഡ് എക്സാമിന് 100% വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് പൈതഗോറസ് തിയറം പറയാൻ പറ്റും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫ് അടക്കം ബോർഡ് എക്സാമിന് ചോദിക്കും. ഒരു 99.999% ചോദിക്കും. ഓക്കെ, അപ്പോൾ പല രീതിയിൽ ചോദിക്കാം. പ്രൂവ് ദാറ്റ് പൈതഗോറസ് തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പൈതഗോറസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. നിങ്ങൾക്കറിയാം പൈതഗോറസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അതാണ് പൈതഗോറസ് തിയറം. അപ്പോൾ അങ്ങനെ ചോദിക്കാം, പ്രൂവ് ദാറ്റ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പ്രൂവ് ദാറ്റ് സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടനസ് എന്ന് വെച്ചാൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ തന്നെ, സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയർസ് ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ്. അങ്ങനെ പല രീതിയിൽ പൈതഗോറസ് തിയറം ചോദിക്കാം. അപ്പോൾ നല്ലതുപോലെ ലേൺ ചെയ്യണം പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറത്തിന് മുമ്പ് നമ്മളൊരു തിയറം പഠിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൂഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് അടക്കം നിങ്ങൾ പഠിക്കണം. അതിനുശേഷം പൈതഗോറസ് തിയറം. നന്നായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ചെയ്യാം. ഈ വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ ഇച്ചിരി കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ മാക്സിമം പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളാം. പിന്നെ എനിക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന്, അതായത് തിങ്കളാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഞാനിത് അപ്ലോഡ് ചെയ്യുക ബുധനാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുക. അതായത് നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ദിവസം. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കാം സാർ വെറുപ്പിക്കുകയാണല്ലോ എന്ന്. അങ്ങനെ വിചാരിക്കരുത്. കാരണം മാത്സാണ്, നമുക്കത് എഫക്റ്റീവായിട്ട് തീർക്കണമെങ്കിൽ. വെറുതെ തീർക്കാനാണെങ്കിൽ ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി ഈ ചാപ്റ്റർ തീർന്നു. കാരണം എന്താ, കോൺസെപ്റ്റ് ഈ വീഡിയോയോട് കൂടി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്ക് തന്നാൽ മതി. അത് അല്ലെങ്കിൽ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അയക്കി ഞാൻ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുന്നൊക്കെ പറയാം. കാരണം ഓൺലൈനിലൊക്കെ അത് മതി. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. നമ്മളെല്ലാ പ്രോബ്ലംസ് അടക്കം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ ഡിസംബറിൽ തീർന്നെന്ന് വരില്ല, ജനുവരിയിലോട്ട് പോകും. ചാപ്റ്റർ കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാവരോടും പറയാം, ഈ വീഡിയോയോടുകൂടി ചാപ്റ്റർ തീരും. പ്രോബ്ലംസ് നമ്മൾ ഓപ്ഷനിലടക്കം നമ്മൾ ഈ ചാപ്റ്ററിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. എനിക്ക് വെറുതെ ഇങ്ങനെ മറച്ച് വിടാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ജനുവരിയിലോട്ട് പോകാം. ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, ലെറ്റ് us see what is going to happen. സോ പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ദിവസമാണ് ഇത് കാണുക. എനിക്ക് നിങ്ങൾക്ക് 1-2 ദിവസമേ, ഈ 3-4 ദിവസം നമുക്ക് ലീവ് അനുവദിച്ചിട്ടുണ്ട് സ്കൂൾ. അതിൽ 1-2 ദിവസം നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ് ഉണ്ടാവാതിരിക്കുകയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഒരു 45-50 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇടും. കാരണം അത് ഞാൻ നിർബന്ധിക്കില്ല കാണാൻ. കാരണം എനിക്കങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഹോളിഡേയ്സിന്. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് നിങ്ങളോട് വെക്കാനുള്ളത്, നിങ്ങൾക്ക് ഇത് ഹോളിഡേയ്സാണ്, വേറെ ഒരു സബ്ജക്റ്റിൻ്റെ സ്ട്രെയിനൊന്നും തലയിലുണ്ടാവാൻ വഴിയില്ല. എനിക്കറിയില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും പറയുമെന്ന് അറിയത്തില്ല, പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ മാത്സ് മാത്രം റിലാക്സ് ആയിട്ട് പഠിച്ചാൽ മതി. 1 മണിക്കൂറിൻ്റെ സെഷനാണ്. സ്കൂളിലോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി. അത് നിങ്ങൾ എനിക്ക് തരണം. നോട്ട് കറക്റ്റായിട്ട് എല്ലാ ദിവസവും എല്ലാവരും അപ്ലോഡ് ചെയ്യണം. ഓക്കെ, so without wasting much time, let me go to the first theorem. Okay, just before Pythagoras theorem we have to learn a theorem, so we are going to learn that. Okay, സോ ഇതാണ് ഞാൻ പറഞ്ഞ തിയറം 6.7. അതായത് പൈതഗോറസ് തിയറത്തിന് മുമ്പുള്ള തിയറം. വെരി ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ഡിസ്കസ്. സോ വി ഹാവ് ടു ലേൺ ഇറ്റ്സ് പ്രൂഫ് ഓൾസോ. ഓക്കെ, തിയറം 6.7. ഓക്കെ, നമ്പർ ഒന്നും നിങ്ങൾ തിയറം 6.7 എന്നൊന്നും എഴുതി വെക്കണ്ട, തിയറം എന്ന് മാത്രം എഴുതിയാൽ മതി. നോക്കാം, വായിച്ചു നോക്കാം. റീഡ് ഇറ്റ്. If a perpendicular is drawn from the vertex of a right angle of a right triangle to the hypotenuse, then triangles on both sides of the perpendicular are similar to the whole triangle and to each other. Once again, let me read the question once again. If a perpendicular is drawn from the vertex of the right angle of a right triangle to the hypotenuse, then triangles on both sides of the perpendicular are similar to the whole triangle and to each other. So this is the theorem. So read it once again and let me explain the same theorem by drawing a figure. So we are going to discuss that theorem. തിയറത്തിൻ്റെ ഓരോ ലൈനും വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Let me try to explain. If a perpendicular is drawn from the vertex of a right angle of a right triangle, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് എന്തായാലും അല്ലേ. ഇപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരച്ച് കളയാം. എന്താ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. സോ ലെറ്റ് മീ ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഫസ്റ്റ്. ഇതാ എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ അറ്റ് ബി അല്ലേ, ബിയിലാണ് 90 ഡിഗ്രി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വിളിക്കാം ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി വിത്ത് റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണ് റൈറ്റ് ആംഗിൾ ആയിട്ടുള്ളത്. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി. സോ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി വിത്ത് റൈറ്റ് ആംഗിൾ അറ്റ് ബി, ഇൻ ദ സെൻസ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി വിത്ത് 90 ഡിഗ്രി അറ്റ് ബി. ഓക്കെ, അങ്ങനെ വരച്ചു.
ഇനി എന്താ ചെയ്യേണ്ടത്? ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിളിലെ റൈറ്റ് ആംഗിൾ ഉള്ള വെർട്ടെക്സ് ഏതാണ്? ബി. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ എ ബി സിയിൽ റൈറ്റ് ആംഗിൾ ഉള്ള വെർട്ടെക്സ് ഏതാണ്? ബി. അതായത് 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ഏതാണ്? ബി. ആ ബിയിൽ നിന്നും ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ, അതായത് റൈറ്റ് ട്രയാങ്കിളിലെ റൈറ്റ് ആംഗിൾ ഉള്ള വെർട്ടെക്സിൽ നിന്നും എന്താണ് വരയ്ക്കേണ്ടത്? ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു ദ ഹൈപ്പോട്ടന്യൂസ്, അതായത് 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ഉള്ള വെർട്ടെക്സിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾ വരയ്ക്കണം. എങ്ങോട്ട് വരയ്ക്കണം? ടു ദ ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ്. വിച്ച് വെർട്ടെക്സ്? വെർട്ടെക്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ, അതായത് 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സ്. അവിടെ നിന്ന് എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്? ടു ദ ഹൈപ്പോട്ടന്യൂസ്, അതായത് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾ വരയ്ക്കണം. സി, ദിസ് ഈസ് ദ പെർപെൻഡിക്കുലർ. അതായത് ഹൈപ്പോട്ടന്യൂസിന് ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഹൈപ്പോട്ടന്യൂസിന് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. നൗ ഇഫ് ദ പെർപെൻഡിക്കുലർ ഈസ് ബി ഡി, നൗ ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ സി ഓർ ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഹൈപ്പോട്ടന്യൂസ് എ സി. അപ്പോൾ ഈ തിയറം അനുസരിച്ച് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്? റൈറ്റ് ആംഗിൾ അഥവാ 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സിൽ നിന്നും ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ എവിടെയാണ്? എപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്. സോ റൈറ്റ് ആംഗിൾ അഥവാ 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സിൽ നിന്നും ഹൈപ്പോട്ടന്യൂസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ബി ഡി വരച്ചു. നൗ ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഹൈപ്പോട്ടന്യൂസ് എ സി. സോ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് തിയറത്തിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്? ദെൻ ട്രയാങ്കിൾസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പെർപെൻഡിക്കുലർ, അതായത് പെർപെൻഡിക്കുലറിൻ്റെ ഇരുവശത്തും ഓരോ ട്രയാങ്കിൾ വെച്ച് ഫോം ചെയ്തല്ലോ. ഇവിടെ ഒരു ട്രയാങ്കിൾ, പിന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ. ആ രണ്ട് ട്രയാങ്കിളും ദെൻ ദ ട്രയാങ്കിൾസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലറിൻ്റെ ഇരുവശത്തുമുള്ള ഈ രണ്ട് കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ഷുഡ് ബി വാട്ട്? ആർ സിമിലർ, സിമിലറായി മാറും. ഓക്കെ, ടു ദ ഓൾ ട്രയാങ്കിൾ ആൻഡ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ വരച്ചതിന് ശേഷം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുന്ന ട്രയാങ്കിൾസിൽ ഓരോ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളിന് സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ ട്രയാങ്കിൾസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പെർപെൻഡിക്കുലർ, അതായത് പെർപെൻഡിക്കുലറിൻ്റെ ഇരുവശത്തുള്ള ട്രയാങ്കിൾസ് എന്താണ്? ആർ സിമിലർ ടു ദ ഹോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ മൊത്തം ഉള്ള ട്രയാങ്കിളായ എ ബി സിക്ക് സിമിലർ ആയിരിക്കും. പിന്നെ ഈ ട്രയാങ്കിളും മുഴുവനായിട്ടുള്ള ട്രയാങ്കിളായിട്ടുള്ള എ ബി സിക്ക് സിമിലർ ആയിരിക്കും. മാത്രമല്ല ആൻഡ് ടു ഈച്ച് അതർ, ഇത് പരസ്പരവും സിമിലർ ആയിരിക്കും. ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ തിയറം പറയുന്ന ഓരോ ലൈനും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഫിഗർ വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാം? ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി വരച്ചു, വിത്ത് ആംഗിൾ ബി സി 90 ഡിഗ്രി ആയിട്ട് വരച്ചു. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ദ വെർട്ടെക്സ്, അല്ലേ, ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദ റൈറ്റ് ആംഗിൾ, എവിടെയാണോ 90 ഡിഗ്രി ഉള്ള അവിടെ നിന്നും ടു ദ ഹൈപ്പോട്ടന്യൂസ്, ഹൈപ്പോട്ടന്യൂസിലോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിളായി? ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ മൊത്തമുള്ള ഒരു മൊത്തം ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. അങ്ങനെ 3 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ദെൻ ദ ട്രയാങ്കിൾസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പെർപെൻഡിക്കുലർ ആർ സിമിലർ ടു ദ ഹോൾ ട്രയാങ്കിൾ, അതായത് ഈ ചെറിയ ട്രയാങ്കിൾ മൊത്തം ട്രയാങ്കിളായ എ ബി സിക്ക് സിമിലർ ആയിരിക്കും, ഈ ചെറിയ ട്രയാങ്കിൾ മൊത്തം ട്രയാങ്കിളായിട്ടുള്ള എ ബി സിക്ക് സിമിലർ ആയിരിക്കും. മാത്രമല്ല ഇവ പരസ്പരവും, ഈ ചെറിയ രണ്ട് ട്രയാങ്കിൾ പരസ്പരവും സിമിലർ ആയിരിക്കും. അതാണ് ഇതിൻ്റെ അർത്ഥം. ദെൻ ട്രയാങ്കിൾസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ പെർപെൻഡിക്കുലർ ആർ സിമിലർ ടു ദ ഹോൾ ട്രയാങ്കിൾ ആൻഡ് ടു ഈച്ച് അതർ, അതായത് പരസ്പരവും പിന്നെ ഓരോ ചെറുതും വലുതിനോട്. ഈ ചെറുത് വലിയ ട്രയാങ്കിൾ എ ബി സിക്ക് സിമിലർ ആയിരിക്കും, ഈ ചെറുതും വലിയ ട്രയാങ്കിൾ എ ബി സിക്ക് സിമിലർ ആയിരിക്കും, ഈ ചെറുതുകൾ രണ്ടും പരസ്പരം സിമിലർ ആയിരിക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ്. ഓക്കെ, സോ പ്രൂഫ്. So before going to prove, we are supposed to write given thing. Which all are the given thing? Tell me. ABC is a right triangle with angle B is equal to 90 degree. ഒന്ന് തന്നിട്ടുണ്ട്, അത് ഗിവൺ സെഷനിൽ പെടുന്നതാണ്. പിന്നെ ആ പെർപെൻഡിക്കുലറും ഗിവൺ ആയിട്ടുള്ള പാർട്ടിൽ പെടുന്നതാണ്. അതായത് ബി ഡി, ഹിയർ ബി ഡി പെർപെൻഡിക്കുലർ ടു ഹൈപ്പോട്ടന്യൂസ് എ സി, അതും ഗിവൺ കാര്യത്തിൽ പെടുന്നതാണ്. ഇനി എന്തൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യണം, എന്തൊക്കെയാണ് ടു പ്രൂവ് സെഷനിൽ പെടുന്നത്, ഏതൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടുന്ന ഓരോ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ എ ബി സിക്ക് സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഈ ചെറിയ ട്രയാങ്കിൾ എ ബി ഡി വലിയ ട്രയാങ്കിൾ എ ബി സിക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, ഇത് പരസ്പരം സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ടു പ്രൂവിൽ സെഷനിൽ വരുന്നത്? ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ ബി സി ആർ സിമിലർ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പിന്നെ ഞാൻ സിമിലാരിറ്റീൻ്റെ നൊട്ടേഷൻ എഴുതാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമിലാരിറ്റീൻ്റെ നൊട്ടേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പോൾ കറസ്പോണ്ടിങ് വെർട്ടിസസ് കറക്റ്റായിട്ട് എഴുതണം. അതെനിക്കിപ്പോൾ എഴുതാൻ കഴിയുന്നില്ല. കാരണം എന്താ, നമ്മൾ സിമിലർ ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടില്ല. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോഴാണ് കറസ്പോണ്ടിങ് വെർട്ടിസസ് ഒക്കെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒന്നെങ്കിൽ ആ സമയത്ത് നമ്മൾ ടു പ്രൂവ് സെഷൻ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ വേർഡ്സിൽ എഴുതിയാൽ മതി. വേർഡ്സിൽ എഴുതുമ്പം കറക്റ്റായിട്ട് കറസ്പോണ്ടിങ് വെർട്ടിസസ് വന്നില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ശരിക്കും നമ്മൾ സിമ്പിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടെക്സ് ഇതിവിടെ അങ്ങനെ നോക്കണം. പക്ഷേ അങ്ങനെ നോക്കണമെങ്കിൽ ആദ്യം അത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കറസ്പോണ്ടിങ് വെർട്ടിസസ് ഏതൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ടു പ്രൂവ് സെഷനിൽ നമുക്കിങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് അവസാനം നമുക്ക് ടു പ്രൂവിൽ കറക്റ്റായിട്ട് പേന കൊണ്ട് എഴുതാം. കാരണം കറസ്പോണ്ടിങ് വെർട്ടിസസ് കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായ കാര്യം എന്താണ്, ഈ ചെറുതും പിന്നെ ഈ വലുതും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ ഈ ചെറുതും ഈ വലുതും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ രണ്ട് ചെറുതുകളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് കറസ്പോണ്ടിങ് വെർട്ടിസസ് അടക്കം എഴുതണമെങ്കിൽ വരുന്ന കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പെൻസിൽ കൊണ്ട് ഇവിടെ എഴുതി വെക്കാം, എന്നിട്ട് അവസാനം നമുക്ക് പേന കൊണ്ട് എഴുതാം. സോ ട്രയാങ്കിൾ എ ബി ഡി, ട്രയാങ്കിൾ എ ബി സി ആർ സിമിലർ. അതായത് ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളായിട്ടുള്ള എ ബി സി സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ഈ ചെറിയ ട്രയാങ്കിൾ ബി ഡി സി അല്ലേ, ഈ ചെറിയ ട്രയാങ്കിളായിട്ടുള്ള ബി ഡി സിയും വലിയ ട്രയാങ്കിളായിട്ടുള്ള സെയിം വലിയ ട്രയാങ്കിളായിട്ടുള്ള എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇൻ ഷോർട്ട്, ഈ ചെറിയ ട്രയാങ്കിൾ ഈ വലിയ ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് ചെറിയ ട്രയാങ്കിളും പരസ്പരം സിമിലർ ആണെന്ന്. അതായത് ട്രയാങ്കിൾ എ ബി ഡി ട്രയാങ്കിൾ ബി ഡി സി, അതാണ് രണ്ട് ചെറിയ ട്രയാങ്കിൾ പരസ്പരം സിമിലർ ആണ്, സിമിലർ ടു ഈച്ച് അതർ. ഇത്രയും കാര്യങ്ങൾ ഈ 3 സെഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു പ്രൂവ് ദിസ് വൺ. ഷാൽ വി? അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി. പേരെഴുതുമ്പോൾ ഒരു പ്രശ്നത്തിൽ ഓർഡർ നോക്കണ്ട. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് വലിയ ട്രയാങ്കിൾ ആയിട്ടുള്ള എ ബി സി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നോക്കുന്നത്. കൺസിഡർ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ ബി സി എന്ന് ഞാൻ എഴുതി. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ കൺസിഡർ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാം? നിങ്ങൾ നോക്കി, ഈ ചെറിയ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എത്രയാണ്? ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചെറിയ ട്രയാങ്കിളിൽ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഇനി വലിയ ട്രയാങ്കിളിൽ ആംഗിൾ ബി എത്രയാണ്? ടോട്ടൽ ആംഗിൾ ബി 90 ഡിഗ്രി. അതായത് ചെറിയ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, വലിയ ട്രയാങ്കിളിൽ ആംഗിൾ ബിയും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ ആംഗിൾ മാച്ച് ചെയ്തില്ലേ? ഈക്വലായി വന്നില്ലേ? ഒന്നുകൂടെ പറയുന്നു, ഈ ചെറിയ ട്രയാങ്കിളിൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, വലിയ ട്രയാങ്കിളിൽ ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. അതായത് one pair of angles exist, no, isn't it? That implies what? When you consider both triangles, we understood that ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞാൽ ചെറിയ ട്രയാങ്കിളിലുള്ള 90 ഡിഗ്രി ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി. വലിയ ട്രയാങ്കിളിലുള്ള 90 ഡിഗ്രി ഇതാണ് ചെറിയ ട്രയാങ്കിളിലുള്ള 90 ഡിഗ്രി. ഇതെന്തുകൊണ്ട് 90 ഡിഗ്രി ആയി? കാരണം ബി ഡി ഇസ് പെർപെൻഡിക്കുലർ ടു എ സി എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ്, ഹൈപ്പോട്ടനസിന് പെർപെൻഡിക്കുലർ ആണിത്. അതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇതെന്തുകൊണ്ട് ആംഗിൾ ബി? വലിയ ട്രയാങ്കിളിലുള്ള ആംഗിൾ ബി എന്തുകൊണ്ട് 90 ഡിഗ്രി ആയി? വലിയ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ട്രയാങ്കിൾ ആണ്, ആംഗിൾ ബി 90 ഡിഗ്രി ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ one pair of angles came as equal, no? Yes. So one pair of angles came as equal because both are 90 ഡിഗ്രി. അപ്പോൾ ഒരു ആംഗിളായി. ഇനി അടുത്തത്, വാട്ട് അബൌട്ട് ആംഗിൾ എ? ആംഗിൾ എ എന്ന് പറയുന്നത് ചെറിയ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ ആണ്. ഇനി ആ ആംഗിൾ എ തന്നെ വലിയ ട്രയാങ്കിളിലെയും ഒരു ആംഗിളാണ്. അതായത് ആംഗിൾ എ ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. അപ്പോൾ ഒരു അടുത്ത പേരായില്ലേ അത്? യെസ്. സോ വാട്ട്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. വൈ? ബിക്കോസ് കോമൺ. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിളിലെയും എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിലെയും രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി. സോ വാട്ട് വി ക്യാൻ സേ ബൈ എ ക്രൈറ്റീരിയ? വാട്ട് വി ക്യാൻ സേ ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ദ സെക്കൻഡ് ട്രയാങ്കിൾ. അഥവാ എങ്ങനെ എടുക്കാം നമുക്ക്? ഇങ്ങനെ ഞാൻ വലിയ ട്രയാങ്കിളിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? വലിയ ട്രയാങ്കിളിൽ നിന്ന് ഞാൻ പേര് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു, ഞാൻ ഈ വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എ ബി സി സിമിലർ ടു. ട്രയാങ്കിൾ എ ബി സി എന്തിന് സിമിലർ ആയിരിക്കും? ആർക്ക് പറയാം?
ട്രയാങ്കിൾ എ ബി സി, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ പേര് എനിക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാൻ ഫസ്റ്റ് ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ചെറിയ ട്രയാങ്കിളിൽ നിന്നാണല്ലോ. ഞാനൊരു ചേഞ്ചിന് വലിയ ട്രയാങ്കിളിൻ്റെ പേര് ആദ്യം എഴുതുന്നു. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എഴുതി. പക്ഷേ സിമിലിയർ ടു എഴുതി കഴിയുമ്പം അടുത്തത് നമ്മൾ കറസ്പോണ്ടിങ് വെർട്ടിസസ് എഴുതണം. ഓക്കെ, അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ പേര് ഞാൻ എഴുതി. ഇനി ചെറിയ ട്രയാങ്കിളിൻ്റെ പേര് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതണം. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചെറിയ ട്രയാങ്കിൾ വരുന്ന വെർട്ടെക്സ് ഏതാ? എ തന്നെ. കാരണം അതാ വലിയ ട്രയാങ്കിൾ എയും ചെറിയ ട്രയാങ്കിൾ എയും ആണ് കോമൺ ആയിട്ട് വരുന്നത്. സോ എ തന്നെ. ഇനി ചെറിയ ട്രയാങ്കിളിലെ ബിക്ക് കോമൺ ആയിട്ട് ഇത് വലിയ ട്രയാങ്കിളാണല്ലോ അല്ലേ. വലിയ ട്രയാങ്കിളിലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ വരുന്ന ഏതാണെന്ന് നോക്കണം. വലിയ ട്രയാങ്കിളിലെ ബി എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉള്ളത് ഡി അല്ലേ. ഈ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉള്ളത് ഡിയിലാണ്. അപ്പോൾ ഏത് വരും? ഡി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ചെറിയ ട്രയാങ്കിളിൽ ഇതാണ് ചെറിയ ട്രയാങ്കിളിൽ, അതിൽ എയും ഡിയും നമ്മൾ ഓൾറെഡി ഇപ്പോൾ എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഏതാണ്? ബി. സോ അതവിടെ എഴുതാം. നോക്കി. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളാണ് സിമിലർ. നല്ലതുപോലെ ഡെപ്തിൽ മനസ്സിലാക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾ, ഈ ചെറിയ ട്രയാങ്കിൾ ഈ വലിയ ട്രയാങ്കിളാണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. സിമിലർ ആണെന്ന് നമ്മൾ എ ക്രൈറ്റീരിയ വെച്ച് പ്രൂവ് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് ഞാൻ എഴുതി. സിമിലർ ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് വെർട്ടിസസ് വെച്ചിട്ട് എഴുതണം. ഓക്കെ, സോ ട്രയാങ്കിൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിലുള്ളത് എ തന്നെയാണെന്ന് മനസ്സിലായി. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, ബി എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിളിൽ ബി ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളുള്ളത് ഏതാണ്? ബി 90 ഡിഗ്രിയാണ് വലിയ ട്രയാങ്കിളിൽ ബി 90 ഡിഗ്രിയാണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉള്ളത് ഡിയിലാണ്. സോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ഡി ആയിരിക്കും. ഡി. പിന്നെ ചെറിയ ട്രയാങ്കിൾ ഒരേ ഒരു വെർട്ടെക്സേ ബാക്കിയുള്ളൂ. ഇതാണ് ചെറിയ ട്രയാങ്കിൾ. അതിൽ എയും ഡിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഒരു വെർട്ടെക്സേ ബാക്കിയുള്ളൂ, ബി. ആ ബി എഴുതി. എനി ഡൗട്ട്? നോ. സോ ദിസ് ഈസ് കംപ്ലീറ്റഡ്. എനി പ്രോബ്ലം? നോ. അപ്പം ഇതാ ഇപ്പം നമ്മൾ ഒരെണ്ണം പ്രൂവ് ചെയ്തല്ലോ. അതാ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി ബിയും. അതാണ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ ബി സി. അപ്പം നോക്കിയാൽ ട്രയാങ്കിൾ എ ബി ഡിയും ട്രയാങ്കിൾ എ ബി സിയും വലുതും പ്രൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പെൻസിൽ കൊണ്ട് എഴുതിയില്ല, അത് മാറ്റിയിട്ട് കറക്റ്റായിട്ട് എഴുതാം. കാരണം ഇപ്പോൾ നമ്മൾ കറക്റ്റ് പ്രൂവ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കറസ്പോണ്ടിങ് വെർട്ടിസസ് മനസ്സിലായല്ലോ. നമുക്ക് ഇതാണ് ശരിക്കുള്ള പേര് മനസ്സിലായല്ലോ. അതവിടെ എഴുതാം. ടു പ്രൂവിൽ ഇനി അതാണല്ലോ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ ഡി ബി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആദ്യം എഴുതിയപ്പോൾ കറസ്പോണ്ടിങ് വെർട്ടിസസ് അറിയില്ലായിരുന്നു. പക്ഷേ പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കറസ്പോണ്ടിങ് വെർട്ടിസസ് കറക്റ്റായിട്ടുള്ള പേര് എനിക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഭാഗമായിരുന്നു. അപ്പോൾ ടു പ്രൂവിൽ നമുക്കത് എടുത്ത് ചേർത്ത് എഴുതാം. നമ്മൾ നേരത്തെ പെൻസിൽ കൊണ്ടല്ലേ എഴുതിയത്, അത് മാറ്റി പേന കൊണ്ട് എഴുതി. റെഡിയായോ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഈ സിമിലർലി ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് സിമിലർലി എഴുതിയ പോലെ പ്രൂവ് ചെയ്യണം. സോ കൺസിഡർ ട്രയാങ്കിൾ ബി ഡി സി ആൻഡ് വലിയ ട്രയാങ്കിൾ എ ബി സി. ഇതിലും ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എങ്ങനെ പറ്റും? ഈ ചെറിയ ട്രയാങ്കിളിലെ ഈ ആംഗിൾ എത്ര? 90 ഡിഗ്രി. വലിയ ട്രയാങ്കിളിലെ ആംഗിൾ ബി എത്ര? 90 ഡിഗ്രി. അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായില്ലേ? വൺസ് അഗൈൻ ഈ ചെറിയ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. വലിയ ട്രയാങ്കിളിലെ ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. അപ്പോൾ വലുതിലും ചെറുതിലെയും ഓരോ പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി. സോ ഹൗ ഐ ക്യാൻ റൈറ്റ് ഹിയർ angle BDC is equal to angle ABC. Why? Because both are 90 degree. Then ഈ ചെറിയ ട്രയാങ്കിളിലും ഈ വലിയ ട്രയാങ്കിൾ എ ബി സിയിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ ഉണ്ടോ? യെസ്, ആംഗിൾ സി ഈസ് കോമൺ. സോ ദാറ്റ് ഓൾസോ യു ജസ്റ്റ് റൈറ്റ് ആംഗിൾ സി ഈസ് ഈക്വൽ ആംഗിൾ സി. വൈ? ബിക്കോസ് കോമൺ. സോ ബൈ എ ക്രൈറ്റീരിയ ദാറ്റ് ഓൾസോ കെയിം ആസ് സിമിലിയർ, ഇസ്ന്റ് ഇറ്റ്? സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൽ വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ എ ബി സി സിമിലിയർ ടു. ഇനി അടുത്തത് ഈ പേര് എഴുതുമ്പം ശ്രദ്ധിക്കണം കറസ്പോണ്ടിങ് വെർട്ടിസസ്. സോ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചെറിയ ട്രയാങ്കിളിൽ ഏതാ ഉള്ളത്? എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ ഏതാ ഉള്ളതെന്നാണ് എൻ്റെ ചോദ്യം. പറ. എക്ക് വലിയ ട്രയാങ്കിളിൻ്റെ പേരാണ് ഞാൻ ആദ്യം എഴുതിയത്. ശ്രദ്ധിക്കുക കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. വലിയ ട്രയാങ്കിളിൽ എ ബി സി എഴുതി. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ചെറിയ ട്രയാങ്കിളിൽ ഏതാണ്? എനിക്ക് സംശയം ഏതാണെന്ന് കിട്ടുന്നില്ല. പോട്ടെ, അവിടെ സ്പേസ് ലീവ് ചെയ്യാം. ട്രയാങ്കിൾ എഴുതി ആ സ്പേസ് ലീവ് ചെയ്യാം. ആ സ്പേസ് ലീവ് ചെയ്തു. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്? വലിയ ട്രയാങ്കിളിൽ ബി 90 ഡിഗ്രിയാണ്. ഇപ്പോൾ സെലക്ട് ചെയ്ത ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഏതാണ്? ഡിയാ അല്ലേ? അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ആണെന്ന് നമുക്ക് മനസ്സിലാവും. എനി പ്രോബ്ലം? നോ. വലിയ ട്രയാങ്കിൾ ഇതാണ് ബി 90 ഡിഗ്രി. ഇപ്പോൾ ചെറിയ ട്രയാങ്കിൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഡിയിലാണ് 90 ഡിഗ്രി ഉള്ളത്. ഇതാണ് ഈ ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉള്ളത് ഡിയിലല്ലേ? യെസ്. സോ ഡി. ഇനി സി ഏതാണ്? സി രണ്ടിലും കോമൺ. അതായത് വലിയ ട്രയാങ്കിളിൽ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ചെറിയ ട്രയാങ്കിളിൽ സി തന്നെ വരിക. അപ്പം പിന്നെ നോക്കിയേ, ഈ ചെറിയ ട്രയാങ്കിളിൽ ഡിയും സിയും എഴുതി. ബാക്കിയുള്ളത് ഏതാ? ഈ ചെറിയ ട്രയാങ്കിളിൽ ഡിയും സിയും വ്യത്യസ്തം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ഏതാ? ബി ആണുള്ളത്. സോ ബി അങ്ങ് എഴുതുക. യു ആർ ഫോളോയിങ് മീനോ? എന്തെങ്കിലും സംശയം ചോദിക്കണം കേട്ടോ മക്കളെ. ബി
സോ ഇങ്ങനെ കിട്ടി. സോ ലെറ്റ് ഇറ്റ് ബി. സോ അതും പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യേണ്ടതാ അത് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർഡറിൽ എഴുതാൻ പറ്റും. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി സി. അതും ടു പ്രൂവിൽ അത് പെൻസിൽ കൊണ്ട് എഴുതി മാറ്റി പേനോണ്ട് എഴുതുക. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഓർഡർ കറക്റ്റായിട്ട് കറസ്പോണ്ടിങ് വെർട്ടിസസ് അടക്കം കറക്റ്റായിട്ട് എഴുതണം. ടു പ്രൂവിൽ എന്തെങ്കിലും കാണിച്ചിട്ട് സിമിലാരിറ്റിൻ്റെ നൊട്ടേഷൻ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഇവിടെ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സെഷനും രണ്ടാമത്തെ സെഷനും പ്രൂവ് ചെയ്ത് ഫസ്റ്റ് സെഷൻ സെക്കൻഡ് സെഷൻ ലെറ്റ് ബി ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനിൽ എന്താണ് പ്രൂവ് ചെയ്തത്? നമ്മൾ ആ വലിയ ട്രയാങ്കിൾ എ ബി സിയും ചെറിയ ട്രയാങ്കിൾ എ ഡി ബിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ സെഷനിൽ വലിയ ട്രയാങ്കിൾ എ ബി സിയും ചെറിയ ട്രയാങ്കിൾ ബി ഡി സിയും ബി ഡി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇനി ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾ പരസ്പരം സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എളുപ്പമാണത്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തേക്ക്. ആ രണ്ട് ഇക്വേഷനും LHS എന്താണ്? സെയിം ആണ്. എ ബി സി. അപ്പം ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി സിയും LHS സെയിം ആണ്. അപ്പോൾ RHSും സെയിം ആവണം. സെയിം എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ല ഇവിടെ വരുന്നത്. കാരണം ഇടയ്ക്കുള്ള സൈൻ ഈക്വാലിറ്റി അല്ല. ഉദാഹരണത്തിന് A = B, A = C ആണെങ്കിൽ LHS സെയിം ആയതുകൊണ്ട് RHSും ഈക്വൽ ആയിരിക്കും. B = C നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ ഇക്വാലിറ്റി അല്ല, സൈൻ സിമിലർ ആണ്. അതുകൊണ്ട് LHS സെയിം ആകുമ്പം RHS ഈക്വൽ ആവില്ല, RHS സിമിലർ ആയിരിക്കും എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. അതായത് LHS സെയിം ആണെങ്കിൽ സിമിലാരിറ്റിയാണ് ഇടയ്ക്ക് വരുന്നതെങ്കിൽ LHS സെയിമും ആണെങ്കിൽ RHS ഈക്വൽ അല്ല, RHS സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ LHS സെയിം ആയത് വന്നുകൊണ്ട് സിമിലാരിറ്റി ആണല്ലോ നൊട്ടേഷൻ. അപ്പോൾ RHS രണ്ടും സിമിലർ ആവില്ലേ? അതായത് ട്രയാങ്കിൾ എ ഡി ബിയും ട്രയാങ്കിൾ ബി ഡി സിയും സിമിലർ ആവില്ലേ? അതായത് ആ രണ്ട് എ ഡി ബി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ, ബി ഡി സി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ. അപ്പോൾ രണ്ട് ചെറിയ ട്രയാങ്കിളും ആ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുന്നതിലൂടെ സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തോടെ. യെസ്. സോ എന്താണ്? ട്രയാങ്കിൾ എ ഡി ബിയും ട്രയാങ്കിൾ ബി ഡി സിയും സിമിലർ ആണ്. അപ്പോൾ അതും ഇവിടെ നമുക്ക് എഴുതാം. ട്രയാങ്കിൾ ഇപ്പോൾ നമുക്ക് ഈ ഓർഡർ അതുപോലെ തന്നെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ട്രയാങ്കിൾ എ ഡി ബിയും സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി സി. അതാണ് നമുക്ക് മൂന്നാമത് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്താണ് എഴുതുക? ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ. ഇപ്പോൾ ഞാൻ ടു പ്രൂവിലാട്ടോ അത് എഴുതിയത്. ഇനി നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ വാട്ട് വി ക്യാൻ സേ ട്രയാങ്കിൾ എ ഡി ബി സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി സി. ട്രയാങ്കിൾ എ ഡി ബി സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി സി. വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു തന്നപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ട്രയാങ്കിൾ എ ബി സി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സിമിലർ ടു എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് കറസ്പോണ്ടിങ് മാട്രിക്സ് വെച്ച് കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ഇക്വേഷനിലും ഇവിടെ ട്രയാങ്കിൾ എ ബി സി ആണ് നമ്മൾ എഴുതിയത്. രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ സി ബി എന്നൊക്കെ എഴുതാമായിരുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ എഴുതരുത്. ഇവിടെ എന്ത് എഴുതിയോ അതേ പേരിൽ തന്നെ ഇവിടെയും എഴുതണം. കാരണം എന്താ? എങ്കിലല്ലേ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ LHS ഈക്വൽ ആണെന്ന് സെയിം ആയിട്ട് വരുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതി. ഇവിടെ ട്രയാങ്കിൾ സി ബി എ, എ ബി സിക്ക് പകരം നിങ്ങൾക്ക് ട്രയാങ്കിളിൻ്റെ പേര് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ സി ബി എ എന്ന് എഴുതി കഴിഞ്ഞാൽ LHS രണ്ടും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ട്രയാങ്കിൾ എ ബി സി ആണ്, ഇവിടുത്തെ ട്രയാങ്കിൾ സി ബി ആണ്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ രണ്ടും ഒരേ ട്രയാങ്കിൾ അല്ല സാർ, അങ്ങോട്ടും ഇങ്ങോട്ടും വെർട്ടെക്സ് മാറിയെന്ന് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സിമിലാരിറ്റിയിൽ അത് കുഴപ്പം തന്നെയാണ്. കാരണം എന്താ? ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെർട്ടെക്സ് മാറുമ്പോൾ ഇവിടെയും അതിനനുസരിച്ച് വെർട്ടെക്സ് മാറും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, കൂടുതൽ കൺഫ്യൂഷൻ ആകണ്ട. ഇവിടെ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെ തന്നെ ചെയ്യാൻ നോക്കുക. നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ഇനി ചെയ്തതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയാൻ കാരണം ഇവിടെ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ LHS നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത ഇക്വേഷനും ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ LHS ട്രയാങ്കിൾ എ ബി സി എന്ന് തന്നെ എടുക്കണം. RHS അതായത് റൈറ്റ് സൈഡ് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ LHS രണ്ടും ഇവിടെ എ ബി സി തന്നെയാണെങ്കിൽ ഇവിടെയും എ ബി സി തന്നെ എഴുതണം. അത് മാത്രം ശ്രദ്ധിക്കുക. സോ അതിനനുസരിച്ച് ഇങ്ങനെ കിട്ടി. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ നോ. സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ 90 ഡിഗ്രിയിൽ നിന്നും ഹൈപ്പോട്ടനസിലോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ചെറിയ ട്രയാങ്കിൾ കിട്ടും. ആദ്യത്തെ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചെറിയ ട്രയാങ്കിളും പരസ്പരം സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്താണ്. എളുപ്പമാണ് പ്രൂവ് ചെയ്യാൻ. ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്തു. ഒരാംഗിൾ കോമൺ, ഒരു പെയർ ഓഫ് 90 ഡിഗ്രിയും വന്നു. സോ പക്ഷേ സിമിലാരിറ്റിൻ്റെ നൊട്ടേഷൻ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കറസ്പോണ്ടിങ് വെർട്ടെക്സ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. സിമിലർലി സെക്കൻഡ് കേസിലും അതുപോലെ എഴുതുന്നു. ആ രണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷനും വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RHS കമ്പയർ ചെയ്താൽ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഇറ്റ്.
സോ അടുത്ത നമ്മൾ പൈതഗോറസ് തിയറം പഠിക്കാൻ പോവാണ്. അതിന് മുമ്പ് എന്താണ് പൈതഗോറസ് തിയറം എന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി, അറിയാത്ത ആരുമില്ല, ഇനി അറിയാത്ത ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്താണ് പൈതഗോറസ് തിയറം. അത് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, അറിയാത്ത കുട്ടികൾ മാത്രം എഴുതി വെക്കുക. ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം ഹോൾഡ് ചെയ്യുന്ന ഒരു തിയറമാണ് എന്ത്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ഓൺലി ഹോൾഡ് ഫോർ റൈറ്റ് ട്രയാങ്കിൾ, and this is the right triangle, let it be some ABC, and angle B is 90 degree, and this is known as base, and this is of course it is height, and this is the hypotenuse. Why it is known as hypotenuse, or why you cannot treat this as hypotenuse, why you cannot treat this as hypotenuse, why you are always treating this as hypotenuse? Only the reason is always hypotenuse occupy opposite to 90 degree, or hypotenuse stands always opposite to 90 degree. 90 degree opposite ആണ് ഹൈപ്പോട്ടനസ് ഉണ്ടാവുക. ഇനി പൈതഗോറസ് തിയറം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? പൈതഗോറസ് തിയറം സേസ് ദാറ്റ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയറും ഹൈറ്റിൻ്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് think about this right triangle with sides 3, 4, 5. Here 5 is hypotenuse, 3 is base and 4 is height. That means പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ് പറയുന്നത്? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയറിൻ്റെയും ഹൈറ്റിൻ്റെ സ്ക്വയറിൻ്റെയും സമ്മാണ്. ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയറിൻ്റെയും ഹൈറ്റിൻ്റെ സ്ക്വയറിൻ്റെയും സമ്മാണ്. ആണോ നോക്കി? 5 സ്ക്വയർ 25, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 16 9 എത്ര? 25. 5 സ്ക്വയർ 25 കിട്ടുന്നില്ലേ? അപ്പോൾ 5 സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 9ഉം 16ഉം കൂടെ കൂട്ടി 25, 5 സ്ക്വയർ 25 തന്നെയല്ലേ? അതെ. അപ്പോൾ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതാണ് വാട്ട് ഈസ് പൈതഗോറസ് തിയറം. സോ പൈതഗോറസ് തിയറമാണ് നമ്മൾ നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, വെരി 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 ഇമ്പോർട്ടൻറ്റ് തിയറം പൈതഗോറസ് തിയറം, ബട്ട് വെരി ഈസി ടു പ്രൂവ് ഓൾസോ. ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ the square of the hypotenuse. എന്താണ് സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ട? ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ അവർ വളരെ സ്റ്റാൻഡേർഡ്, ഞാൻ പറഞ്ഞപ്പോൾ അത് വളരെ ലോക്കലായിട്ട് പറഞ്ഞു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകാർ പറയുമ്പോൾ അവർ വളരെ സ്റ്റാൻഡേർഡായിട്ട് പൈതഗോറസ് തിയറം പറഞ്ഞു. എന്താണ് പറയുന്നത്? ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ, ഞാൻ പറഞ്ഞു റൈറ്റ് ട്രയാങ്കിൾ മാത്രമേ പൈതഗോറസ് തിയറം ഹോൾഡ് ചെയ്യുള്ളൂ. എന്താണ് പറയുന്നത്? ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പോട്ടനസ് എന്ന് വെച്ചാൽ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആയിരിക്കും എന്തിനോട്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്. എന്താണ് അതർ 2 സൈഡ് എന്ന് പറഞ്ഞാൽ? ശരിക്കും ഹൈപ്പോട്ടനസ് കഴിഞ്ഞാൽ പിന്നെ അതർ 2 സൈഡ്സ് എന്ന് വെച്ചാൽ ബേസും ഹൈറ്റും. അതായത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് എന്ന് വെച്ചാൽ ആഡ് ചെയ്യണം ഏതൊക്കെ? സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്സ് എന്ന് വെച്ചാൽ അതർ 2 സൈഡ്സ് എന്ന് വെച്ചാൽ ബേസും ഹൈറ്റുമാണ്. അതായത് ബേസിൻ്റെ സ്ക്വയറിൻ്റെയും ഹൈറ്റിൻ്റെ സ്ക്വയറിൻ്റെയും സമ്മാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ. അതിനല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞത് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന്. അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇത് പല രീതിയിൽ ചോദിക്കാം. പ്രൂവ് ദാറ്റ് പൈതഗോറസ് തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പ്രൂവ് ദാറ്റ് the square of the hypotenuse is equal to the sum of the squares of other 2 sides. എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് എങ്ങനെയാണ് കിട്ടുക? സം ചെയ്യണം ഏതൊക്കെ? സ്ക്വയേഴ്സ് ഓഫ് അതർ 2 സൈഡ്സ്. അതായത് ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും സ്ക്വയേഴ്സ്, ബേസും ഹൈറ്റും കൂടെ വെറുതെ ആഡ് ചെയ്താൽ പോരാ, ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്താൽ മാത്രമേ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ കിട്ടുള്ളൂ. അപ്പോൾ പല രീതിയിൽ ചോദിക്കാം. Can expect question as prove that Pythagoras theorem. Otherwise, you can expect the question as the square of the hypotenuse is prove that the square of the hypotenuse is equal to the sum of the squares of other 2 sides. ഇങ്ങനെയൊക്കെ ചോദിക്കാം. സോ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നു. പ്രൂഫ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ആദ്യം ഒരു ചെറിയ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി യുവർ റൈറ്റ് ട്രയാങ്കിൾ ABC. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അത് എഴുതിക്കോളൂ. സോ ഗിവൺ ആയിട്ടുള്ള കാര്യം ആകെ ഗിവൺ ആയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഇവിടെ. നമുക്ക് ഗിവൺ ആയിട്ട് ആകെ ഒരു കാര്യം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിൾ, അത് മാത്രമാണ് ഗിവൺ. ബാക്കി പറഞ്ഞതൊക്കെ പ്രൂഫിലോട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. സോ ഗിവൺ എ റൈറ്റ് ട്രയാങ്കിൾ ABC വിത്ത് ആംഗിൾ B = 90 ഡിഗ്രി ആയിട്ട് എടുത്തു. എനി പ്രോബ്ലം? നോ. അത്ര എടുത്തു. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വാട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അഥവാ ഹൈപ്പോട്ടനസ് ഹിയർ ഇൻ ദിസ് ഫിഗർ ഹൈപ്പോട്ടനസ് ഈസ് AC. സോ ദിസ് ഈസ് 90 ഡിഗ്രി. സോ ഹൈപ്പോട്ടനസ് ഈസ് AC. സോ AC സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കോളൂ. നിങ്ങൾ ടു പ്രൂവിൽ എഴുതിക്കോളൂ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു
ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ് ആക്കി ചെയ്തത്. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസിക്കൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഹൈപ്പോട്ടനസ് എ സി ആണ്, സോ എ സി സ്ക്വയർ. ദിസ് ഈസ് ദ ഹൈപ്പോട്ടനസ്, സോ എ സി സ്ക്വയർ ഇസിക്കൽ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഹിയർ ദ ബേസ് ഈസ് എ ബി, ഹൈറ്റ് ഈസ് ബി സി. സോ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. സോ ദിസ് ഈസ് വാട്ട് ഈസ് വി ഹൗ ടു പ്രൂവ്. ഓക്കെ, സോ ഷാൾ വി ഗോ ടു ദ പ്രൂഫ്? യെസ്. ഇത് പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയൊരു കൺസ്ട്രക്ഷൻ ആവശ്യമാണ്. ആ കൺസ്ട്രക്ഷൻ നിങ്ങളെ സംബന്ധിച്ച് ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നേരത്തെ നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറത്തിൽ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നേരത്തെ തിയറത്തിൽ എന്തായിരുന്നു ചെയ്തത്? 90 ഡിഗ്രി ഉള്ളിടത്ത് നിന്നും എങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു? ഹൈപ്പോട്ടനസിൽ ഇതിലോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളൊരു കൺസ്ട്രക്ഷൻ, അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഈ പ്രൂഫിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത് ഫോളോ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? വളരെ സാവധാനം എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. നേരത്തെ വരച്ചതുപോലെ തന്നെ എവിടെ നിന്ന് എങ്ങോട്ട്? 90 ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ആയിട്ടുള്ള ബിയിൽ നിന്നും ഹൈപ്പോട്ടനസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചങ്ങോട്ട് കൊടുത്തു. എനി പ്രോബ്ലം? നോ. ആൻഡ് വി ക്യാൻ മാർക്ക് ഇറ്റ് ആസ് ഡി, ഓഫ് കോഴ്സ്. നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ഓക്കെ, എനി പ്രോബ്ലം? നോ. അത് രണ്ട് നമ്മൾ ചെയ്തു, ഒരു പെർപെൻഡിക്കുലർ അങ്ങ് വരച്ചു. ഓക്കെ, അതിനുശേഷം അപ്പോൾ എന്ത് ചെയ്ത് അത് എഴുതണം? കൺസ്ട്രക്ട് ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി ആയിട്ട് വരച്ചു. ബിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എവിടെ നിന്നെങ്കിലും പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ എവിടെയാണോ 90 ഡിഗ്രി അവിടെ നിന്നും ഹൈപ്പോട്ടനസിലോട്ട് തന്നെ എന്ത് വരയ്ക്കണം? പെർപെൻഡിക്കുലർ വരയ്ക്കണം. നൗ ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ സി ആയിട്ട് വരച്ചു. ഇനി നേരത്തെ തിയറം പറയുന്നത് എന്താണ്? അങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന് സിമിലർ ആയിരിക്കും, അപ്പുറത്തുള്ള ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളിന് സിമിലർ ആയിരിക്കും. പരസ്പരം ആ രണ്ട് ചെറിയ ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. 3 കാര്യങ്ങളും ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ റിസൾട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആ റിസൾട്ട് ഡയറക്റ്റായിട്ട് എഴുതുന്നില്ല, നമ്മൾ ആ റിസൾട്ട് ഒന്ന് പ്രൂവ് ചെയ്തെടുക്കുന്നു. ജസ്റ്റ് പെട്ടെന്ന് ആ റിസൾട്ട് വി ഹാവ് എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് നമുക്ക് എഴുതണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ആ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പ്രൂവ് ചെയ്തെടുക്കാമല്ലോ. അല്ലെങ്കിൽ ആ വി ഹാവ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ അതിനേക്കാളും എളുപ്പത്തിൽ ഇത് പെട്ടെന്ന് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി നമ്മൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് എന്താണ്? അങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന് സിമിലർ ആയിരിക്കും എന്നുള്ള റിസൾട്ട് എഴുതണം. പിന്നെ ഈ ചെറിയ ട്രയാങ്കിൾ ഇപ്പുറത്തുള്ള ഈ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളിന് സിമിലർ ആയിരിക്കും എന്നുള്ള റിസൾട്ട് എഴുതണം. അത് മാത്രം മതി. അപ്പുറത്തും ഇപ്പുറത്തുള്ള ചെറിയ ട്രയാങ്കിൾ സിമിലർ എന്നുള്ള റിസൾട്ട് ഈ തിയറത്തിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിസൾട്ട് ഡയറക്റ്റായിട്ട് എടുക്കുന്നതിന് പകരം അത് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്തെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആദ്യം ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. അതായത് കൺസിഡർ ടെൽ ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ എ ബി സി. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അതായത് ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ എ ബി സിയും. ഓക്കെ, അത് രണ്ടും പ്രൂവ് ചെയ്തത് എങ്ങനെയായിരുന്നു? വേഗം പറഞ്ഞു. ഹിയർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ. വൈ? ബിക്കോസ് ചെറിയ ട്രയാങ്കിളിലുള്ള ആംഗിൾ എയും വലിയ ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ എയും എന്താണ്? കോമൺ ആണ്. വൈ? ബിക്കോസ് കോമൺ. ദെൻ ഈ ചെറിയ ട്രയാങ്കിളിലുള്ള ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി നോക്കി, വലിയ ട്രയാങ്കിളിലെ ആംഗിൾ ബിയും 90 ഡിഗ്രിയാണ്. അതായത് അനദർ പെയർ ഓഫ് ആംഗിൾസ് കെയിം ആസ് ഈക്വൽ. ഒന്നും കൂടെ പറയുന്നത്, ഈ ചെറിയ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. വലിയ ട്രയാങ്കിളിലെ ഏതാണ് 90 ഡിഗ്രി ആയിട്ടുള്ളത്? ബി. അപ്പോൾ ചെറിയ ട്രയാങ്കിളിലെ ഒരു ആംഗിളും വലിയ ട്രയാങ്കിളിലെ ഒരു ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ഈക്വൽ ആയില്ലേ? യെസ്. സോ വാട്ട്? ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി. ചെറിയ ട്രയാങ്കിളിൽ ആംഗിൾ എ ഡി ബിയും വലിയ ട്രയാങ്കിൾ എ ബി സിയും ബോത്ത് ആർ 90 ഡിഗ്രി. സോ വാട്ട് വി ക്യാൻ സേ? ബൈ എ ക്രൈറ്റീരിയ. അപ്പോൾ നേരത്തെ ബൈ ഹാർട്ട് പഠിക്കുന്ന റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈ 3 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബൈ ഹാർട്ട് പഠിച്ച റിസൾട്ട് ഇവിടെ എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സോ ബൈ എ ക്രൈറ്റീരിയ വാട്ട് വി ക്യാൻ സേ? ഐ ടോൾഡ് യു. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സോ വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ബൈ എ ക്രൈറ്റീരിയ. ഞാൻ പറഞ്ഞു ഈ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് തന്നെ സിമിലാരിറ്റി എഴുതാൻ പോകുന്നത് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു. അത് വലിയ ട്രയാങ്കിൾ എ ബി സിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി എനിക്ക് ആണ് എഴുതേണ്ടത്? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടും സിമിലറാണ്. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് കിട്ടി. ഇനി എനിക്ക് ഈ ദിസ് ഈസ് സിമിലർ ടു ദിസ് എന്ന് എഴുതുന്നു. ഞാൻ വലിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സിമിലർ ടു എന്ന് എഴുതിയിട്ട് ഈ പേരാണ് എഴുതേണ്ടത്. പക്ഷേ കറസ്പോണ്ടിങ് വെർട്ടെക്സ് എനിക്ക് നോക്കി എഴുതണം. സോ ട്രയാങ്കിൾ ടു എക്ക് കറസ്പോണ്ടിങ് വെർട്ടെക്സ് രണ്ട് ട്രയാങ്കിളും എ കോമൺ ആണ്. സോ എ തന്നെ. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടെക്സ് ഏതാണ്?
വലിയ ട്രയാങ്കിളിലാണ് ബി ഉള്ളത്. നിങ്ങൾ ആലോചിക്കണം, ഇത് വലിയ ട്രയാങ്കിളിൻ്റെ പേരാണ്. അപ്പോൾ വലിയ ട്രയാങ്കിളിലെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചെറിയ ട്രയാങ്കിൾ എ തന്നെയാണ്, കാരണം കോമൺ ആണ്. ഇനി വലിയ ട്രയാങ്കിളിലുള്ള ബി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൽ ഏതാ വരിക? ഇതല്ലേ 90 ഡിഗ്രി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, വലിയ ട്രയാങ്കിളിലുള്ളതാണ് ഈ ബി. അതായത് വലിയ ട്രയാങ്കിളിലെ ബി 90 ഡിഗ്രിയാണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ആയിട്ടുള്ള വെർട്ടെക്സ് ഏതാണ്? ഈ ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഇവിടെ ഡി. സോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ് വരിക? ഡി. പിന്നെ ചെറിയ ട്രയാങ്കിളിൽ എ ഡിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു വെർട്ടെക്സേ ഉള്ളൂ. ഈ ചെറിയ ട്രയാങ്കിളിൽ എയും എഴുതി ഡി എഴുതി, ബാക്കി എന്താ ഉള്ളത്? ബി. അങ്ങനെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സോ സിം എ ഡി ബി. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആൻഡ് അപ്പോൾ അത് രണ്ടും കിട്ടി. ആൻഡ് ഇനി അടുത്ത പെയറും നമുക്ക് സിമിലർ ആണെന്ന് പറയാം. അതായത് മുകളിലുള്ള ഈ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. ആൻഡ് കൺസിഡർ, സോ ഇത് 1 എന്ന് എഴുതിക്കോളൂ നിങ്ങൾ. കൺസിഡർ ട്രയാങ്കിൾ ബി ഡി സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ. സിമിലർലി എന്ന് എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് സിമിലർലി യൂസ് ചെയ്യാം. സിമിലർലി ഏതാണ്? എ ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെ അതും പ്രൂവ് ചെയ്യാൻ പറ്റും. സിമിലർലി കാരണം നമുക്ക് ഈ തിയറത്തിൽ അത്ര എഴുതിയാൽ മതി. മറ്റേ തിയറത്തിൽ നമ്മൾ 2 പ്രൂവ് ചെയ്തു. മറ്റേ തിയറത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ സിമിലർലി യൂസ് ചെയ്യാം കേട്ടോ. നോ പ്രോബ്ലം ഇൻ ദാറ്റ്, സമയമില്ലെങ്കിൽ. ഓക്കെ. സോ സിമിലർലി എന്താണ്? ട്രയാങ്കിൾ എ ബി സിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സിമിലർ ടു ഈ ട്രയാങ്കിളിൻ്റെ പേരാണ് എഴുതുന്നത്. എ ക്രൈറ്റീരിയ, അതാണ് സിമിലർലി എന്ന് പറയുമ്പോൾ പിന്നെ എ ക്രൈറ്റീരിയ എന്ന് എഴുതേണ്ട കാര്യമില്ല. സോ ട്രയാങ്കിൾ എ ബി സി എന്ന് എഴുതി സിമിലർ ടു ചെറിയ ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് വലിയ ട്രയാങ്കിളിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ വലിയ ട്രയാങ്കിളും ഈ ചെറിയ ട്രയാങ്കിളാണ്. അതിൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചെറിയ ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ അവിടെ വിട്ടു, ട്രയാങ്കിൾ എന്നിട്ട് അവിടെ സ്പേസ് വിട്ടു. ഇനി വലിയ ട്രയാങ്കിളിലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിൾ ഏതാണുള്ളത്? വലിയ ട്രയാങ്കിളിലെ ബി 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രി ഉള്ളത് ഡി ആണ്. അപ്പോൾ ഡി. ഇനി വലിയ ട്രയാങ്കിളിൽ സി അല്ലേ? വലിയ ട്രയാങ്കിളിലെ സിയും ഈ ചെറിയ ട്രയാങ്കിളിലെ സിയും കോമൺ ആണ്. അപ്പോൾ വലിയ ട്രയാങ്കിളിലെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളും സി തന്നെയാണ്. പിന്നെ ഡിയും സിയും കഴിഞ്ഞിട്ട് ആ ചെറിയ ട്രയാങ്കിൾ ഡിയും സിയും കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ബി. അപ്പം ബി അല്ലേ ഇവിടെ ബാക്കി വരിക. എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന് തോന്നുന്നു. സോ ദിസ് ഈസ് ഈക്വേഷൻ നമ്പർ 2. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഇനി സംശയം ഇല്ലെങ്കിൽ സാർ വി അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സംശയം ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു അതുപോലെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. സോ വി ഗോട്ട് 2 ഇക്വേഷൻസ്. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ 2 ഇക്വേഷൻ. അത് രണ്ടും ഈ പ്രൂഫിൽ ആവശ്യമാണ്. ഇനി ആ 2 ഇക്വേഷനും വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രൂഫായി. അത് ഇത്രേ ഉള്ളൂ. ഫ്രം 1 and 2 what I can write. നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് എന്താണ്? ഈ എ ബി സിയും എ ഡി ബിയും സിമിലർ ആണെന്ന് അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് എ ബി സിയും എ ഡി ബിയും സിമിലർ ആണെന്നാണ്. അങ്ങനെ ഈ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി ബിയും സിമിലർ ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ് ഷുഡ് ബി ഈക്വൽ എന്ന് വെച്ചാൽ എന്താ? എ ബി ഡിവൈഡ് ബൈ എ ഡി അല്ലേ? എ ബി ഡിവൈഡ് ബൈ എ ഡി ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? പറയൂ. ബി സി ഡിവൈഡ് ബൈ ഡി ബി. ബി സി ഡിവൈഡ് ബൈ dB should be equal to what? AC divided by AB. AC divided by AB അല്ലേ? എന്നിട്ട് ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എക്സ്പ്രഷനും മാത്രം എടുക്കുന്നു. അതായത് എ ബി ഡിവൈഡ് ബൈ എ ഡി ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡ് ബൈ എ ബി എന്നുള്ള എക്സ്പ്രഷൻ മാത്രം എടുക്കുന്നു. നടുക്കത്തെ എക്സ്പ്രഷൻ അവിടെ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നടുക്കത്തെ എക്സ്പ്രഷൻ അവിടെ ഇല്ല എന്ന് വിചാരിക്കുന്നു. അവിടെ എഴുതിക്കോളൂ നിങ്ങൾ. നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ടേമുമാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നറിയോ? ഈ 2 ടേമിലും ഒരെണ്ണം സെയിമാണ്. ഏതാണ്? എ ബി. ഇവിടെ ന്യൂമറേറ്ററിൽ എ ബി ഉണ്ട്, ഡിനോമിനേറ്ററിൽ എ ബി ഉണ്ട്. അങ്ങനെ സെയിം ആയിട്ട് വരുന്ന 2 ടേംസ് ഞാൻ സെലക്ട് ചെയ്തെന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ നടുക്ക് ടേം ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ഇപ്പം നമ്മുടെ മുമ്പിൽ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? എന്താ ഉള്ളത്? എ ബി ബൈ എ ഡി ഈസ് ഈക്വൽ ടു എ സി ബൈ എ ബി. സോ ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല. എ ബൈ ബി ഈസിക്കൽ സി ബൈ ഡി ആണെങ്കിൽ എ ഇൻറ്റു ഡി ഈസിക്കൽ ബി ഇൻറ്റു സി. അതുപോലെ തന്നെ എ ബി ഇൻറ്റു എ ബി, അതായത് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു എ സി. എ ഡി ഇൻറ്റു എ സി. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി യുവർ ഇക്വേഷൻ നമ്പർ 3. അതാണ് നമ്മളിപ്പം ഫസ്റ്റ് ഇത് സിമിലർ എന്നുള്ള ഇക്വേഷനിൽ നിന്നും ഇങ്ങനെ ഞാൻ എഴുതി, അതിനുശേഷം ഇങ്ങനെ ഞാൻ എഴുതി. അടുത്ത സിമിലാരിറ്റിയിലോട്ട് ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഇത് രണ്ടും സിമിലർ ആയതുകൊണ്ട്, അതായത് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ബി ഡി സിയും സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? എ ബി, സോ ആൻഡ് എന്ന് എഴുതിക്കോളൂ. എ ബി ഡിവൈഡ് ബൈ ബി ഡി. ഇത് നിങ്ങൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 എന്ന് എഴുതുന്ന വരം ഫ്രം 1 എന്ന് ഇവിടെ എഴുതുക. എന്നിട്ട് ഫ്രം
2 ഫ്രം 1 എഴുതിയിട്ട് കോമ ഇട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതാം. എന്നിട്ട് ഫ്രം 2 ഇട്ടിട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും ഉള്ളതാണ്, അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. എ ബി ഡിവൈഡ് ബൈ ബി ഡി ഈസ് ഈക്വൽ ടു ഇതാ, എ ബി ഡിവൈഡ് ബൈ ബി ഡി ഈസ് ഈക്വൽ ടു ഇതാ, ബി സി ബൈ ഡി സി, ബി സി ബൈ ഡി സി ഈസ് ഈക്വൽ ടു വാട്ട്? സിമിലർ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റുന്നത് കേട്ടോ. എ സി ബൈ ബി സി, എ സി ബൈ ബി സി. എന്നിട്ട് നോക്കി ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? നിങ്ങൾ ഏതൊക്കെ ടൈം സെലക്ട് ചെയ്യേണ്ടി വരും? ഇതും. കാരണം എന്താ, ഇവിടെ ബി സിൻ്റെ ഇവിടെയും ബി സിൻ്റെ കോമൺ, അങ്ങനെയെങ്കിലും ആലോചിച്ച് നോക്കാം. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബി സി ഇൻറ്റു ബി സി, ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു ഡി സി, എ സി ഇൻറ്റു ഡി സി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. യു ജസ്റ്റ് ആഡ് തേർഡ് ഇക്വേഷൻ ആൻഡ് ഫോർത്ത് ഇക്വേഷൻ, യു വിൽ ഗെറ്റ് പൈതഗോറസ് തിയറം. തേർഡും ഫോർത്തും കൂടെ ആഡ് ചെയ്യുക. തേർഡും ഫോർത്തും കൂടെ എങ്ങനെ ആഡ് ചെയ്യുക? ആദ്യം തേർഡ് ഇക്വേഷൻ ഇതാണ്, ഫോർത്ത് ഇക്വേഷൻ ഇതാണ്. തേർഡും ഫോർത്തും കൂടെ എങ്ങനെ ആഡ് ചെയ്യുക? ആദ്യം എൽ എച്ച് എസ് ആഡ് ചെയ്യുക. സോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ദെൻ ആർ എച്ച് എസ് ആഡ് ചെയ്യുക. എ ഡി ഇൻറ്റു എ സി പ്ലസ് എ സി ഇൻറ്റു ഡി സി. പറ, എ ഡി ഇൻറ്റു എ സി പ്ലസ് എ സി ഇൻറ്റു ഡി സി. സോ ദാറ്റ് ഇംപ്ലൈസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് കോമൺ ഹിയർ? രണ്ട് ടൈമിലും എ സി ഔട്ട് സൈഡ് എടുത്ത് ബാക്കി എന്തുണ്ടാവും? എ ഡി പ്ലസ് ഡി സി ഉണ്ടാവില്ലേ? യെസ്, ദാറ്റ് ഇംപ്ലൈസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു വാട്ട് ഈസ് എ ഡി പ്ലസ് ഡി സി? വാട്ട് ഈസ് എ ഡി പ്ലസ് ഡി സി? എ ഡിയും ഡി സിയും കൂടെ ആഡ് ചെയ്താൽ മൊത്തമായിട്ടുള്ള എ സി ആണ് കിട്ടുക. ദാറ്റ് മീൻസ് എ സി. യു ക്യാൻ റീപ്ലേസ് എ ഡി പ്ലസ് ഡി സി ബൈ എ സി. ദാറ്റ് ഇംപ്ലൈസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു എ സി സ്ക്വയർ. സി, we proved that ab square plus bc square is equal to ac square. That is what is we have to prove. See, ab square ഉം bc square ഉം കൂടെ ആഡ് ചെയ്താൽ ac square കിട്ടണം. ദാ ab square ഉം bc square ഉം കൂടെ ആഡ് ചെയ്താൽ ac square കിട്ടണം. നോക്കിയോ, ab square ഉം bc square ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ ac square കിട്ടി. So this is what is Pythagoras theorem. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന്. ഇപ്പം ഇത്രയും കാണുമ്പോൾ നിങ്ങൾ ബോധം കെടും. പിന്നെ ഞാൻ പറയുന്നതൊക്കെ സാറ് ഇതാ 2 A4 പേജിൽ അങ്ങ് എഴുതിയിട്ടുണ്ട് പ്രൂഫ്. എന്നാൽ ഞങ്ങളും ഒരു 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ കാണുമ്പോഴേക്കും 3-4 A4 ഷീറ്റ് അങ്ങ് എഴുതി കളയും എന്നല്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളിതാ പൈതഗോറസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, പ്രൂഫ് എഴുതുക, ജസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. പ്രൂഫിൻ്റെ റിവിഷനാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് അതെങ്ങനെ ഷോർട്ടാക്കി എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ചിത്രം വരയ്ക്കാം. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ 90 ഡിഗ്രിയിൽ നിന്നും ഹൈപ്പോട്ടൻസിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ കിട്ടുന്ന 2 ചെറിയ ട്രയാങ്കിളിൽ ഓരോന്നും വലിയ ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി എന്ന് ചെയ്തു. ആദ്യം ഈ കാര്യങ്ങളൊക്കെ എഴുതണം. പൈതഗോറസ് തിയറമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഹൈപ്പോട്ടൻസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, ആ രീതിയിൽ എഴുതി വെക്കുക. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു മേലത്തുള്ള ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് നമ്മളത് സിമിലർ ആണെന്ന് എഴുതി. എന്നിട്ട് ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എഴുതാൻ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ഇത്ര സ്പേസിലാണ് നിങ്ങൾ എഴുതിയുള്ളൂ. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് എഴുതാം. ഇതങ്ങ് എഴുതാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ 2 ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട് റേഷ്യോ ഇസ് സെയിം. ഇപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടാൻ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇനി ഇത് സിമിലർ ആയതുകൊണ്ട് റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ് ഷുഡ് ബി ഈക്വൽ. ഇത് സിമിലർ ആയതുകൊണ്ട് റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ് ഷുഡ് ബി ഈക്വൽ. ആ റേഷ്യോവിൽ നിന്നുമാണ് ഈ എക്സ്പ്രഷൻ നമ്മൾ എഴുതി. എന്നിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നോക്കി. ഞാൻ ഇത്രയും അകത്തി എഴുതിയത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു 1 സൈഡിൽ തീർക്കാം. 1 സൈഡ് പ്രൂഫിൽ ഉണ്ടാവുള്ളൂ. അതായത് ഇതിന് 4-5 മാർക്കിനെ ചോദിക്കുക, അത്രയും എഴുതണം നിങ്ങൾ എന്തായാലും. ഇതിൽ നിങ്ങൾ ആവശ്യമില്ലാണ്ട് രണ്ടാമത്തെ കേസും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. സിമിലർലി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് എന്താണ് അതായത് ഇങ്ങനെ രണ്ടും കൺസിഡർ ചെയ്ത് ഇങ്ങനെ പ്രൂവ് ചെയ്ത് ഇങ്ങനെ എഴുതണ്ട, ഇത് ബൈ ഹാർട്ട് പഠിച്ചോളാം എന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യാന്നറിയോ? കൺസ്ട്രക്ട് ബി ഡി പെർപെൻഡിക്കുലർ ടു എ സി ആൻഡ് വി നോ എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ബി ഡി സി എന്ന് എഴുതാം. ഇങ്ങനെ പ്രൂഫ് ചെയ്യാതെയും നിങ്ങൾക്ക് ഈ 2 സാധനങ്ങൾ മാത്രം എഴുതിയിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അതുപോലെ എഴുതി വെക്കണം. ഇതിൽ നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ഇതെന്തായാലും അതുപോലെ വേണം. പക്ഷേ ഇവിടെ ഇത് ഞാൻ പ്രൂവ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. ഇനി പ്രൂവ് ചെയ്യാണ്ട് ഈ സാധനം ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റും എന്ന് നിർബന്ധമുള്ളവർ ബൈ ഹാർട്ട് പഠിച്ചേക്കാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബൈ ഹാർട്ട് പഠിച്ചത് എഴുതുന്നതും ഇത് ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നതും തമ്മിൽ ആകെ ഒരു 5-6-7 സെക്കൻഡിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇനി ബൈ ഹാർട്ട് പഠിച്ച് എഴുതുന്നവർക്ക് എഴുതാം. അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാം ബോർഡ് എക്സാമിന്. എന്നിട്ട് അത് എഴുതി പിന്നെ ഇത്ര എഴുതണം. കൺസ്ട്രക്ട് ഇതെന്തായാലും എഴുതണം. എന്നിട്ട് വി ഹാവ് അല്ലെങ്കിൽ വി നോ എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് എക്സ്പ്രഷനും സെക്കൻഡ് എക്സ്പ്രഷനും എഴുതിയിട്ട്, കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മറ്റു തീർത്ത് നമ്മൾ പഠിച്ചാണ്. സോ അതുകൊണ്ട് വി നോ എന്ന് ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോ എക്സ്പ്രഷനും ഫ്രം 1 ഫ്രം 2 എന്നൊക്കെ എഴുതി ഇങ്ങനെ ചെയ്യുക. സോ ദിസ് ഈസ് വാട്ട് ഈസ് പൈതഗോറസ് തിയറം. സോ ലേൺ വെൽ, വെരി ഇമ്പോർട്ടൻറ്റ് തിയറം.
ഓക്കെ, എനിക്കത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്ന തിയറം 6.9 ആണ്. തിയറം എന്ന് എഴുതുക, അണ്ടർലൈൻ ഇട്ടിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുക. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇൻ എ ട്രയാങ്കിൾ ഇഫ് സ്ക്വയർ ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയേഴ്സ് ഓഫ് ദ അതർ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് ദെൻ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് സൈഡ്. അത് നോക്കി എഴുതി വെക്കുക കേട്ടോ. In a triangle, if square of one side is equal to the sum of the squares of other two sides, then the angle opposite to the first side is a right angle. അതിൻ്റെ പ്രൂഫ് ഒമിറ്റഡ് ആണ്, അവോയ്ഡഡ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞുതരാം. എളുപ്പമാണ്, അത് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എന്താണ് തിയറം പറയുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, prove that a triangle with sides 3 cm, 4 cm and 5 cm will prove that a triangle with sides 3 cm, 4 cm and 5 cm is a right triangle. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവും. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്താണ് തന്നേക്കുന്നത്? സോ ഗിവൺ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ 3 cm, 4 cm, 5 cm. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയുമോ? ഇതിൽ നിങ്ങൾ വലിയൊരു ട്രയാങ്കിൾ എടുക്കുക, വലിയ സൈഡ് എടുക്കുക, ഈ 3 സൈഡിലും വലിയ സൈഡ് എടുക്കുക. ഏതാത് 5. ആ 5ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര വരിക? 25. അവിടെ നിൽക്കട്ടെ. നൗ 5ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് 25. എന്നിട്ട് ബാക്കി ചെറിയ രണ്ട് സൈഡില്ലേ, വലിയ സൈഡ് ഞാൻ പറയുന്നത് 3ഉം 4ഉം 5ഉം ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം ഞാൻ എഴുതിയ തിയറത്തിൻ്റെ പേരാണ് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം, പൈതഗോറസ് തിയറത്തിൻ്റെ കൺവേഴ്സ്. ഇനി അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് ഗിവൺ സൈഡ്സ്. ഈ 3 സൈഡുമായിട്ടുള്ള ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. അതിൽ ഏറ്റവും വലിയ നീളമുള്ള സൈഡ് എടുക്കുക 5ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് 25. എന്നിട്ട് ചെറിയ രണ്ട് സൈഡില്ലേ, ചെറിയ രണ്ടെണ്ണവും ചൂസ് ചെയ്യുക. എന്നിട്ട് ഓരോന്നിൻ്റെ സ്ക്വയർ എടുക്കുക, 3 സ്ക്വയറും 4 സ്ക്വയറും. എന്നിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുക. എന്താണ് 3 സ്ക്വയറും 4 സ്ക്വയറും? 9 + 16 എത്രയത്? 25. എന്നിട്ട് നോക്കി ഈ സമ്മും അതായത് വലിയ ലെങ്ത്തുള്ള സൈഡിൻ്റെ സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയതും ഇപ്പം ചെറിയ രണ്ട് സൈഡിൻ്റെ സ്ക്വയേഴ്സുകൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതും സെയിം ആണോ നോക്കുക? അതെ, സെയിം ആണ്. അതുകൊണ്ട് ദാറ്റ് ഇംപ്ലൈസ് വാട്ട്? 3 cm, 4 cm, 5 cm will form a right triangle. And angle opposite to 5 cm should be 90 degree. ഇത് 3ഉം റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുമെന്ന് മനസ്സിലായി. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായേ? കാരണം വലിയ ലെങ്ത് ഉള്ളതിൻ്റെ സ്ക്വയർ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം തന്നെയാണ് ചെറുതിൻ്റെ 2ൻ്റെ സ്ക്വയേഴ്സുകൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയതും. അങ്ങനെയാണെങ്കിൽ അത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യും. ഇനി ആ റൈറ്റ് ട്രയാങ്കിൾ എവിടെ 90 ഡിഗ്രി വരും? വലിയ സൈഡ് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എവിടെയാണോ വലിയ സൈഡ് നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും 90 ഡിഗ്രി. അതായത് ആംഗിൾ ഓപ്പോസിറ്റ് 5 cm വിൽ ബി 90 ഡിഗ്രി. അത് തന്നെയാണ് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം പറയുന്നത്. എന്താണ് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം പറയുന്നത്? ഇതാണ്. എന്താണെന്ന് നോക്കി, ഇൻ എ ട്രയാങ്കിൾ ഇഫ് സ്ക്വയർ ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എ ട്രയാങ്കിൾ ഇഫ് ദ സ്ക്വയർ ഓഫ് വൺ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്, ബാക്കി രണ്ട് സൈഡിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണെങ്കിൽ ദെൻ ദ ആംഗിൾ ഓപ്പോസിറ്റ് ദ ഫസ്റ്റ് സൈഡ് ഈസ് എ റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും തന്നെ ഉള്ളൂ. 3 സൈഡുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ സ്ക്വയർ ബാക്കിയുള്ള 2 സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിന് ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത സൈഡില്ലേ 5, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്ന് അവർ പറയുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു കണ്ടീഷനാണ് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്? ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇനി കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്? ഒരു സൈഡിൻ്റെ സ്ക്വയർ ബാക്കിയുള്ള 2 സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മായിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം എടുത്ത സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 90 ഡിഗ്രി. ഇപ്പോൾ പറഞ്ഞത് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അത് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺവേഴ്സ് ഓഫ് പൈതഗോറസ് തിയറം എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് മനസ്സിലാവും. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറ്റും. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തന്നെ പറയും, ഏറ്റവും പ്രധാനപ്പെട്ട 3 തിയറംസാണ് നമ്മൾ പഠിച്ചത്. അതിന് പുറമേ ആയിട്ട് പ്രധാനപ്പെട്ട തിയറം വരുന്നത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറമാണ് ആദ്യം നമ്മൾ പഠിച്ചത്. ഈ 3 തിയറവും ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറും മസ്റ്റായിട്ടും ചോദിക്കാനുള്ള അതിൽ നമ്മൾ പ്രൂഫ് പഠിച്ച തിയറംസ് ആകെ 2 ഉള്ളൂ. മൂന്ന് തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു. ഒന്ന് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെ പ്രൂഫ് പഠിച്ചു, പിന്നെ പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു. കോൺവേഴ്സ് പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫ് ആവശ്യമില്ല, പൈതഗോറസ് തിയറത്തിന് മുമ്പ് പഠിച്ച ഒരു തിയറും. അപ്പോൾ പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫ് ആവശ്യമുണ്ട്, പൈതഗോറസ് തിയറത്തിന് തൊട്ട് മുമ്പ് പഠിച്ച എൻ്റെ പ്രൂഫ് ആവശ്യമുണ്ട്, ആൻഡ് BPTൻ്റെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ തെയിൽസ് തിയറം അതിൻ്റെ പ്രൂഫ് ആവശ്യമുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദി വീഡിയോ സെഷൻ. ഐ നോ ദാറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് എ ഹോളിഡേ, പ്ലീസ് ഐ ആം എക്സ്പെക്ടിങ് യുവർ നോട്ട്സ് ഓൺ ടൈം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 5 മണി 6 മണിക്കുള്ളിൽ നോട്ട് അയയ്ക്കുക. നമുക്ക് അത്രയും വരെ പോകണേ എന്തിനാണ്? നിങ്ങളിത് ക്ലാസ് റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു 10 മണിക്ക് മുമ്പ് അയച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. നോക്കട്ടെ 10 മണിക്ക് മുമ്പ് ആരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നോട്ട് അയക്കുമെന്ന്. ഓക്കെ.